ഞാൻ ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുട്ടയും പൊട്ടാറ്റോ, ക്യാരറ്റ് അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അതിനായിട്ട് ഞാനൊരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾ ഓയിൽ ചൂടാകുമ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒരു വലിയ പൊട്ടാറ്റോ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി ഈ പൊട്ടാറ്റോ ഒരു 2 മിനിറ്റോളം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ ഞാനൊരു 2 മിനിറ്റ് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ആട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി, അതും ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കുവേ. ഇത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കില്ല കേട്ടോ, അല്ലാതെ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. നമ്മൾ ഈ പൊട്ടാറ്റോ ഒന്നും ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകരുത് കേട്ടോ. അപ്പം നമ്മൾ ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ബാക്കി സാധനങ്ങളും കൂടെ ചേർക്കും. ഇനി ഞാൻ ഇതിനകത്തോട്ട് മഷ്റൂം ആയിട്ട് കൊടുക്കുന്നത് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പം ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, പക്ഷെ പൊട്ടാറ്റോ യൂസ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇത് 1 മിനിറ്റും കൂടെ ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പം ഞാൻ ഒരു മിനിറ്റ് ഞാനിങ്ങനെ അടച്ചു വെച്ച് വേവിച്ചു. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനെ നിരത്തിയിടണം. നമുക്ക് ഒരുപാട് വലിയ പാൻ എടുക്കരുത്. ഒരു ഈ അളവിനാണെങ്കിൽ ഒരു ചെറിയ പാനാട്ടോ നല്ലത്, എന്നാലേ ഇച്ചിരി കട്ടിക്ക് ഇത് കിട്ടുള്ളൂ. പൊട്ടാറ്റോ ഒരു 3/4 വേവായാൽ മതി. പിന്നെ അതുപോലെ ഉപ്പ് ഒന്ന് നോക്കണം കേട്ടോ. ഇപ്പം കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ നിരത്തി വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ മുട്ട ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ബുൾസൈ ഒക്കെ ചെയ്യില്ലേ, അപ്പം അതുപോലെ പൊട്ടാതെ ഒഴിക്കാൻ ശ്രമിക്കണേ. പിന്നെ ആണെങ്കിൽ ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയുടെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു 6 മുട്ട വരെ എടുക്കാം. ഇനി നമുക്ക് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും നമ്മുടെ ഇഷ്ടത്തിന് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണേ. ഇനി ഞാൻ ഇങ്ങനെ ക്യാപ്സിക്കം ജസ്റ്റ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇപ്പം തക്കാളി ഇഷ്ടമാണെങ്കിൽ നമുക്ക് തക്കാളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് അതിൻ്റെ പുറത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഒരു 7 തൊട്ട് 8 മിനിറ്റ് വരെ ഇത് കുക്ക് ചെയ്യണേ. എനിക്കിത് കുക്കായി കിട്ടാൻ ഒരു 8 മിനിറ്റ് എടുത്തായിരുന്നു കേട്ടോ. അപ്പം അത് നോക്കി ചെയ്യണം. ഒരു 7 തൊട്ട് 8 മിനിറ്റ് വരെ, അല്ലെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട ഇത് വേവാൻ. അപ്പം നമ്മുടെ മുട്ടയും വെജിറ്റബിൾസും എല്ലാം ചേർന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്കിനി ചതച്ച മുളകൊക്കെ ഇടാം കേട്ടോ. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചും എരിവിനനുസരിച്ചും നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. അതുപോലെ ഇത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം യൂസ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഇത് വഴറ്റുന്ന സമയത്ത് തക്കാളി കൂടെ ചേർക്കാം. ആ ഒരു തക്കാളിയുടെ ഇത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അത് ചേർക്കാം. അപ്പോൾ ഇതാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ രാവിലെ ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ശരിക്കും നല്ല ഒരു ഫില്ലിംഗ് ആയിട്ട് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്